പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിയ സ്നേഹത്തോടെ യേശുവിൻ്റെ ശക്തിയേറിയ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്കും വിടുതൽ പ്രാർത്ഥനയിലേക്കും വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വലിയ ഒരു വിടുതലിലേക്ക് ദൈവജനത്തെ നയിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം തേടുന്നു. അമ്മേ മാതാവേ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ദുഷ്ട പൈശാചിക അരുവികളിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ ജമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ തിന്മ പെരുകിക്കൊണ്ടിരിക്കുക. ലോകത്തിൽ അക്രമങ്ങൾ പെരുകുന്നു, മനുഷ്യൻ്റെ പാപം വർദ്ധിക്കുന്നു. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ലോകത്തിൽ പാപം പെരുകി. കർത്താവിന് കണ്ടിട്ട് സങ്കടമായി. ഒരു വെള്ളപ്പൊക്കത്താൽ ലോകത്തെ മുഴുവൻ അവിടുന്ന് നശിപ്പിച്ചു. നോഹയും കുടുംബത്തെ മാത്രമാണ് ദൈവം രക്ഷിച്ചത്. ലോകത്തിൽ പാപം പെരുകി, തിന്മ പെരുകി. ഇന്ന് അങ്ങനെ ഒരു കാലഘട്ടമാണ്. പാപം പെരുകിക്കൊണ്ടിരിക്കുക, തിന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പൈശാചിക ആരാധനകൾ നടക്കുന്നു. സാത്താൻ ആരാധനാ കേന്ദ്രങ്ങൾ ലോകത്തെ പലയിടത്തും. സാത്താൻ ആരാധിക്കുന്നവർ, ശരീരത്തിൽ പച്ച കുത്തുന്നവർ. ശരീരത്തിൽ പച്ച കുത്താൻ പാടില്ലെന്ന് വിശുദ്ധ ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ട്. പിശാചിനെ സ്നേഹിക്കുന്നവർ, ആരാധിക്കുന്നവർ, സ്വയം ജീവിതം പിശാചിന് ബലിയായിട്ട് കൊടുത്തവരൊക്കെയുണ്ട്. നമ്മൾ തിരിച്ചറിയണം, ഇത് വലിയൊരു അപകടത്തിലേക്കുള്ള യാത്രയാണ്. ഈ അടുത്ത നാളിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തൊരു സഹോദരി വലിയ സങ്കടത്തോടെ എൻ്റെ അടുക്കൽ വന്ന് പങ്കുവെക്കുകയാണ്. വിവാഹിതയാണവൾ. അവൾ പറയുകയാണ്, എനിക്ക് എൻ്റെ ജഡത്തിൻ്റെ വികാരങ്ങളെ, ആസക്തികളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവൾ അവിശ്വസ്തമായ പാപത്തിലാണ് ജീവിക്കുന്നത്. ആ സഹോദരി പറയുന്നു, മൊബൈലിൽ മോശമായ പല കാഴ്ചകളും അവൾ കാണാറുണ്ട്. പല പുരുഷന്മാരുമായിട്ട് ശരീരം പങ്കുവയ്ക്കുന്നു. ഇത് ഭർത്താവിനെ അറിയത്തില്ല. അവൾ തെറ്റായ ഒരു ജീവിതം അവൾ നയിക്കുക. അവൾ പറയുന്നു, എനിക്ക് എൻ്റെ ജഡത്തിൻ്റെ ആസക്തികളെ, വികാരങ്ങളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അമിതമായ ജഡികാസക്തിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു സഹോദരി, ഒരു വീട്ടമ്മ. ആ സഹോദരിയുടെ പ്രയാസങ്ങൾ ഞാൻ കേട്ടു. അവൾക്ക് ആഗ്രഹമുണ്ട് പാപാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന്. ഭർത്താവിനോട് കാണിക്കുന്ന അവിശ്വസ്തത, അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ആഗ്രഹമുണ്ട്. ഞാൻ അവളുമായിട്ട് സംസാരിച്ചു. അവളുടെ തെറ്റിൻ്റെ ഗൗരവം അവൾക്കറിയാം. പക്ഷേ അവൾക്ക് മോചനമില്ല. അവൾക്കത് വിടുതൽ പ്രാപിക്കാൻ പറ്റുന്നില്ല, ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ല പാപത്തിൽ നിന്ന്. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ നെറ്റിയിൽ ഒരു കുരിശടയാളം ഇട്ടു. ഞാനോട് പറഞ്ഞു, നീ വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവളെ ബന്ധിച്ചിരിക്കുന്ന വ്യഭിചാരത്തിൻ്റെ ആസക്തി, ജഡികാസക്തിയാൽ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ആ ദുഷ്ട പിശാചിനെ, അശുദ്ധാത്മാവിനെ ഞാൻ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുക. ഏതാനും സമയം പ്രാർത്ഥിച്ചു. അവളിലേക്ക് ആത്മാവിൻ്റെ ശക്തി കടന്നുപോയി. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവളിങ്ങനെ ശരീരമൊക്കെ വിറച്ചിങ്ങനെ ഇരിക്കുക. അവൾ പറയുന്നു, എന്നിലൂടെ ഒരു ശക്തി കടന്നു പോകുകയാണ്. അവൾ പറഞ്ഞു, എൻ്റെ ശരീരത്തു നിന്ന് എന്തോ ഇങ്ങനെ വിട്ടുമാറുന്ന പോലെ ഒരു അനുഭവം. ആരോ എൻ്റെ ശരീരത്തു നിന്ന് ഇറങ്ങിപ്പോയ ഒരു അനുഭവം അവൾ പങ്കുവയ്ക്കുക. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ആ പൈശാചിക അരൂപി നിന്നെ വിട്ടുപോയിരിക്കുക. ഈ കഴിഞ്ഞ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൽ നടന്ന ധ്യാനത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ഡെലിവറൻസിന് പ്രാർത്ഥിച്ചു. സ്റ്റേജിൽ വിളിച്ച് പ്രാർത്ഥിച്ചതാണ്. ആത്മാഭിഷേകത്തിൽ ആ വ്യക്തി സ്റ്റേജിൽ
വീണ് കിടക്കുക. 3/4 മണിക്കൂർ സമയം ആ വ്യക്തി ആ സ്റ്റേജിൽ കിടന്നു. അത് കഴിഞ്ഞ് ഞാൻ പ്രേക്ഷിതരെ വിളിപ്പിക്കുകയായിരുന്നു. 3/4 മണിക്കൂർ ആ വ്യക്തി സ്റ്റേജിൽ കിടക്കുക. ആ മകൻ വന്നിട്ട് പറഞ്ഞ സാക്ഷ്യം ഇതാണ്. എണീറ്റ് വന്നിട്ട് ഒത്തിരിയേറെ സങ്കടങ്ങളും നിരാശകളും പല മേഖലയുണ്ടായിരുന്നു ജീവിതത്തിൻ്റെ. ഒരു വലിയ ദൈവശക്തിയാൽ പൊതിയപ്പെട്ടു. വീണതിന് ശേഷം, ആ തറയിൽ വീണതിന് ശേഷം പിന്നെ എന്തു സംഭവിച്ചെന്നറിയത്തില്ല. 3/4 മണിക്കൂർ സമയം വിളിച്ചപ്പോഴാണ് അറിയുന്നത്. ആ മകൻ പറയുന്നു, എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഇങ്ങനെ വന്ന് എൻ്റെ വായ്ക്ക് അകത്തൂടെ പുറത്തേക്ക് പോയി. എൻ്റെ വായ്ക്കുള്ളിലൂടെ പുറത്തേക്ക് എന്തോ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന തിന്മയുടെ അരൂപി വിട്ടുപോയ അനുഭവം പല ജീവിതത്തിൻ്റെ മേഖലകളിലൂടെ കടന്നുപോയ ആ വ്യക്തിക്ക് ശക്തമായ ഒരു വിടുതൽ കിട്ടി. അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ എൻ്റെ ശരീരമൊക്കെ ലൈറ്റായ അനുഭവം, ഭയം വിട്ടുമാറി, മൊത്തത്തിൽ ആൾ ഫ്രീ ആയി. അതിനുശേഷം പിന്നീട് എൻ്റെ അടുക്കൽ ധ്യാനം കഴിഞ്ഞ് പോകുന്നതിന് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഞാൻ സ്വതന്ത്രനായി, എന്തോ എനിക്ക് തന്നെ അറിയത്തില്ല, വലിയൊരു സംഭവം എന്തോ എന്നിൽ സംഭവിച്ചിട്ടുണ്ട്. മർക്കോസ് 3:27 പറയുന്നു, ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് കവർച്ച ചെയ്യുന്ന ഒരുവനെ ബന്ധിക്കുവാൻ യേശുവിനെ കൂടെ മാത്രമേ പറ്റുള്ളൂ. ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് കവർച്ച ചെയ്യുന്ന ഒരുവനെ ബന്ധിക്കണമെങ്കിൽ യേശുവിനെ കൂടെ പറ്റുള്ളൂ. ലൂക്ക 4:18 പറയുന്നുണ്ട്, യേശു പറയുക, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, പുത്രന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം. സാത്താൻ്റെ ബന്ധനത്തിലായിരിക്കുന്നവരെ പൂർണ്ണമായിട്ട് വിടുവിക്കാനാ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് പിറന്നത്. ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് സാത്താനുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ സുവിശേഷങ്ങളിൽ ഒത്തിരി ഉദാഹരണമുണ്ട്. സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക. CCC 2853 നമുക്ക് ജീവൻ നൽകാനായി യേശു സ്വമനസാൽ തന്നെ മരണത്തിന് വിട്ടുകൊടുത്ത മണിക്കൂറിൽ ഈ ലോകത്തിൻ്റെ അധിപൻ്റെ മേൽ, ആരാണ് ഈ ലോകത്തിൻ്റെ അധിപൻ? യോഹന്നാൻ 14:30 ഈ ലോകത്തിൻ്റെ അധിപൻ വരുന്നു, അവന് എൻ്റെ മേൽ അധികാരമില്ല. യേശു പറയുക, ഈ ലോകത്തിൻ്റെ അധിപൻ പിശാചാണ്. ഈ ലോകത്തിൻ്റെ അധിപൻ വരുന്നു, അവന് എൻ്റെ മേൽ, യേശു പറയുക, എൻ്റെ മേൽ അധികാരമില്ല. ദൈവമക്കളുടെ മേൽ പിശാചിന് അധികാരമില്ല. ഈ ലോകത്തിൻ്റെ അധിപൻ്റെ മേൽ ഒരിക്കൽ എന്നേക്കുമായി യേശു വിജയം വരിച്ചു കഴിഞ്ഞു. ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ വിധി. ഈ ലോകത്തിൻ്റെ അധിപൻ പുറന്തള്ളപ്പെടുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ ഭാഗമായി ഞാൻ ഈ വായിച്ചു കേൾപ്പിച്ചത്. ഈ ലോകത്തിൻ്റെ അധിപനായ പിശാചിനെ യേശു പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തി. യേശു വിജയം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ബന്ധിതർക്ക് മോചനം യേശുവിലൂടെ ഉണ്ട്. അന്ധർക്ക് കാഴ്ച യേശുവിലൂടെ ഉണ്ട്. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിലൂടെ ഉണ്ട്. രോഗികൾക്ക് സൗഖ്യം യേശുവിലൂടെ ഉണ്ട്. തകർന്ന ജീവിതങ്ങളെ പുനരുദ്ധാരണം യേശുവിലൂടെ ഉണ്ട്. യേശുവിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നമുക്ക് വേണ്ടി വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. ലൂക്കാസ് സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 38 മുതലുള്ള വചനങ്ങൾ, അവൻ സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ശെമയോൻ്റെ വീട്ടിലേക്ക് പോയി. സിനഗോഗിൽ യേശു പഠിപ്പിക്കുക. എന്നതിന് തൊട്ട് പുറകിലുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്, സിനഗോഗിൽ വെച്ച് യേശു ഒരു വ്യക്തിയിൽ നിന്ന് പിശാചിനെ പുറത്താക്കുന്നതായിട്ട് വായിക്കുന്നു. ഒരു യുവാവിൽ നിന്ന്.
പിശാച് അവനെ സിനഗോഗിൽ ഉന്തിയിട്ടിട്ട് പിശാച് വിട്ടുപോയിട്ട് വചനത്തിൽ പറയുന്നു. സിനഗോഗിൽ വെച്ച് യേശു പിശാചിനെ പുറത്താക്കുകയാണ്. അവൻ സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ശിമയോന്റെ വീട്ടിലേക്ക് പോയി. ശിമയോൻ ആരാണ്? അപ്പസ്തോലന്മാരിൽ പ്രമുഖനാണ് ശിമയോൻ. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ, അധികാരത്തിന് താക്കോല് പത്രോസിനെ ഏൽപ്പിച്ച്, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും. നാരകീയ ശക്തികൾ പ്രബലപ്പെടുകയില്ല, സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. മത്തായി 16-ാം അധ്യായം 16, 17, 18, 19 വചനങ്ങൾ. പത്രോസിൻ്റെ മേൽ അധികാരം കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. പത്രോസിൻ്റെ വീട്ടിലേക്ക്, ശിമയോൻ്റെ വീട്ടിലേക്ക് യേശു പോയി. ശിമയോൻ്റെ അമ്മായിയമ്മ കലശരായ പനി ബാധിച്ച് കിടപ്പായിരുന്നു. ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചു. അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു. അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. പനി എന്ന രോഗത്തെ, ആ രോഗം വിതയ്ക്കുന്ന ആത്മാവിനെ യേശു ശാസിച്ചു. നമ്മൾ മനസ്സിലാക്കണം, ചില രോഗത്തിൻ്റെ പിന്നിൽ പൈശാചിക അരൂപികളുടെ ശക്തമായ പ്രവർത്തനമുണ്ട്. ഞാൻ ഓർക്കാണ്, ഒരിക്കൽ ധ്യാനത്തിന് വന്ന ഒരു സഹോദരി, ഒരു വീട്ടമ്മ, കടുത്ത ആസ്മയ. അവർ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നിട്ട് പറഞ്ഞു, 28 വർഷമായിട്ട് ഞാൻ ആസ്മ രോഗം അനുഭവിക്കുക, ചികിത്സകൾ ചെയ്ത് മടുത്തു. ഒരു കുടുംബിനിയാണ്. ആസ്മ രോഗം കൊണ്ട് ഒരു തരത്തിലും മുൻപോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അവളെ ബന്ധിച്ചിരുന്ന ആസ്മ രോഗത്തിൻ്റെ ദുരാത്മാവിനെ ബഹിഷ്കരിച്ച് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ആ സഹോദരിക്ക് ഇരിക്കാൻ വയ്യ, ശ്വാസം മുട്ടൽ കാരണം. എൻ്റെ അടുക്കൽ പറഞ്ഞു, അവൾക്ക് വേണ്ടി വിടുതൽ പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുക. ദൈവശക്തിയുടെ പ്രവാഹത്തിൽ 28 വർഷമായിട്ട് അവളെ ബന്ധിച്ചിരുന്ന ആസ്മ രോഗത്തിൻ്റെ അശുദ്ധാത്മാവ് അവളെ വിട്ടുപോയി. ധ്യാനത്തിൻ്റെ 4-ാമത്തെ ദിവസം ആ സഹോദരി കയറി സാക്ഷ്യം പറഞ്ഞു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അവൾക്ക് ആസ്മ രോഗം ഉണ്ടായിട്ടില്ല. ആസ്മയില്ല, ഒരു കുഴപ്പമില്ല, എല്ലാ ആഹാരം കഴിക്കാം, പിന്നെ മരുന്നും കഴിച്ചിട്ടില്ല. ആസ്മ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിക്കുക. ചില രോഗത്തിൻ്റെ പിന്നിൽ പൈശാചിക അരൂപികൾ ഉണ്ട്. അനേക വർഷത്തെ അനുഭവത്തിലാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ധ്യാനങ്ങളും കൺവെൻഷനുകളും വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയോടുമൊക്കെ അനേക അനുഭവങ്ങൾ ഈ ഡെലിവറൻസിൻ്റെ മേഖലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വായിക്കുന്ന പനിയെ അവൻ ശാസിച്ചു, അത് അവളെ വിട്ടുമാറി. അപ്പോൾ തന്നെ പനി ശരീരത്തെ വിട്ടുമാറുകയാണ്, പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിക്കുക. ഹല്ലേലൂയ. ചില രോഗത്തിൻ്റെ പിന്നിൽ, രോഗത്തിൻ്റെ അടിമത്തത്തിൻ്റെ പിന്നിൽ, ചില പാരമ്പര്യ രോഗത്തിൻ്റെ പിന്നിൽ പൈശാചിക ശക്തിയുടെ സ്വാധീനമുണ്ട്. ആ തിന്മയുടെ അരൂപി ബഹിഷ്കരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് സൗഖ്യം ലഭിക്കത്തുള്ളൂ. അവൾ പിശാചില്ല, സാത്താനില്ല, അശുദ്ധാരൂപിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഈ തിന്മയുടെ അരൂപികളുണ്ട്. ബുദ്ധിയിലും കഴിവിലും PhDയിലൊക്കെ പിശാചില്ലെന്ന് പറഞ്ഞാലും അവനുണ്ട്. ഉള്ള ഒരു യാഥാർത്ഥ്യത്തെ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആധികാരികമായിട്ട് പഠിപ്പിക്കുന്ന പിശാചുണ്ട്. വിശുദ്ധ ബൈബിളിൽ സുവിശേഷങ്ങളിൽ യേശു പിശാചിനെ പുറത്താക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ, പത്രോസും പൗലോസും ഒക്കെ പിശാചിനെ പുറത്താക്കുന്ന അനുഭവങ്ങൾ, വിശുദ്ധാത്മാക്കൾ പിശാചിനെ പുറത്താക്കുന്ന അനുഭവങ്ങൾ, മഹാവിശുദ്ധനായ പാദ്രിപ്പിയോ പിശാചിനെ പുറത്താക്കിയ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നു. പിശാചുകൾ അദ്ദേഹത്തെ പീഡിപ്പിച്ച അനുഭവങ്ങൾ പറയുന്നുണ്ട്. അവൾ സത്യത്തെ നമ്മൾ തമസ്കരിക്കാൻ ശ്രമിക്കേണ്ട, അത് വിജയിക്കത്തില്ല. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ
അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.